ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഓവർനൈറ്റ് ഓട്സ് ആണ്. ആവശ്യമായിട്ടുള്ളത് ഒരു റോബസ്റ്റ പഴം സ്ലൈസ് ചെയ്തത്, ഡ്രൈ ഫ്രൂട്ട്സ് അതും ക്രഷ് ചെയ്തത്, ബ്ലൂബെറി അതും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ചിയ സീഡ്സ്, അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ളത് ഓട്സ് ആണ്. ഞാൻ റോൾഡ് ഓട്സ് ആണ് എടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇനഫ് ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ ചിയ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള റോബസ്റ്റ പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. എത്ര വേണം, എന്തോരം വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്ലൂബെറി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെയും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പോമിഗ്രാനറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നട്ട്സ്, പിസ്ത, ബദാം ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മധുരം വേണ്ടെങ്കിലും കുഴപ്പമില്ല. റോബസ്റ്റയുടെ ആ പഴത്തിൻ്റെ മധുരം ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ പാസ്ചറൈസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കുറച്ച് എനിക്കിങ്ങനെ നല്ല കുറുകിയിരിക്കുന്നതിനേക്കാൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഇച്ചിരി ഏറെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. നെക്സ്റ്റ് ഡേ ഞാൻ മോർണിംഗിൽ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഷാർജ ഷേക്കിൻ്റെയൊക്കെ